സ്നേഹപ്പെട്ട എല്ലാവർക്കും പതിനൊന്നിലേക്ക് സ്വാഗതം. അവൻ നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു, എങ്കിലും ദൈവം ആദിയാനന്ദം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർ കഴിവില്ല. സഭാപ്രസംഗി 3-14 വാക്യം. സഭാപ്രസംഗി 3-ന്റെ ആദ്യത്തെ 8 വാക്യങ്ങൾ വളരെ സാധാരണ ജീവിതത്തിലെ ചില പ്രക്രിയകളുടെ താളാത്മകവും നിയന്ത്രണവുമായ തിരഞ്ഞെടുപ്പുകളെ പറ്റി പറയുന്നു. സഭാപ്രസംഗി 3-ൽ ആദ്യത്തെ 8 വാക്യങ്ങൾ ജീവിതത്തിലെ സാധാരണമായ ചില പ്രക്രിയകളുടെ അനിയന്ത്രണമായ തിരഞ്ഞെടുപ്പുകളെ പറ്റി താളാത്മകമായി പറയുന്നു. നാം ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിൽ ആയിക്കൊള്ളട്ടെ, നാം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള സമയം നമുക്ക് കിട്ടാറില്ല. സമയത്തെ കൈകാര്യം ചെയ്യുവാനുള്ള ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ ശരിയായ പ്ലാൻ ആവശ്യമാണ്. സങ്കീർത്തനം 90-12 വാക്യം. ദൈവത്തോടൊപ്പം നാം ദിവസം ചെലവഴിക്കുന്ന സമയം നമ്മുടെ ആത്മീയ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യത്തെ കാണിക്കുന്നു. ഫലപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് ആത്മാവിന് തൃപ്തി നൽകുന്നതാണ്. സഭാപ്രസംഗി 3-14 വാക്യം. ദൈവത്തെ സേവിക്കുന്ന മറ്റുള്ളവരെ സഹായിക്കുന്നതിന് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയെക്കുറിച്ച് സാധീകരിക്കുന്നു. എഫീസർ 2-10 വാക്യം. വിശ്രമത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സമയം പാഴാക്കലല്ല, ശരീരത്തിന് ആത്മാവിന് ഉണർവുകയാണ്. തീർച്ചയായും ഇപ്പോൾ സംഭവിക്കുന്നത് നമ്മെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വളരെ എളുപ്പമാണ്. എന്നാൽ സഭാപ്രസംഗി 3-12 പറയുന്നു, ദൈവം നമ്മൾ നിത്യതയും വെച്ചിരിക്കുന്നു. നിത്യതയുടെ ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന നൽകുവാൻ ഓർമ്മപ്പെടുത്തുന്നു. ഇത് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ മുഖാമുഖം കാണുവാനിടയാക്കും. പ്രത്യേകിച്ച് ആരംഭം മുതൽ അവസാനം വരെയുള്ള ദൈവത്തിൻ്റെ നിത്യമായ കാഴ്ചപ്പാടിനെ. നിങ്ങളുടെ സമയം ചെലവഴിക്കുന്ന രീതിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് വ്യത്യസ്ത തിരഞ്ഞെടുപ്പ് നടത്താം? സഭാപ്രസംഗിയുടെ എഴുത്തുകാരൻ ദൈവം നിത്യതയും മനുഷ്യൻ്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? പ്രാർത്ഥിക്കാം. യേശുവേ, അവിടുത്തെ നിത്യതയുടെ കാഴ്ചപ്പാടിന് ഒരു സൂചന എനിക്ക് നൽകണമേ. അതിനാൽ അങ്ങയുടെ ഉദ്ദേശം നന്നായി നിറവേറുവാൻ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ എന്നെ സഹായിക്കണമേ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അദ്ദേഹം നടക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.